ഏപ്രിൽ 18-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഞാൻ ചിറമ്മൽ മലാങ്ങുന്ന തല്ലാണി തറവാട്ടിലേക്ക് ബപ്പിടൽ ചടങ്ങുന്ന ദിവസമാണ് പോയത്. വളണ്ടിയേഴ്സ് എല്ലാം ഫുള്ള് സെറ്റായിട്ട് വരുന്നുണ്ടായി. പോലീസിന്റെ വലിയ വണ്ടി തന്നെ ഉണ്ടായി. ആൾക്കാരെല്ലാം വരുന്നത്ര. മരക്കളത്ത് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം നടന്നുകൊണ്ടായി. കുറെ സമയം അത് നോക്കിക്കൊണ്ട് നിന്നു. അമ്മ നേരത്തെ വന്നിട്ട് ഗ്യാലറിയിൽ കുത്തിരുന്നിട്ടുണ്ടായി. ഇത് ഹായ് പറയുന്നത്. ഇത് രാവിലെ അമ്മ അനുചേച്ചി. പെണ്ണുങ്ങളെല്ലാം നേരത്തെ വന്നിട്ട് കുത്തിരുന്നു. പിന്നെ 5 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ നേരെ ചോറ് കഴിക്കാൻ പോയി. തിരക്കേണ്ടായിട്ട നേരെ പോയി വെയിച്ചു. പായസം കുടിക്കാൻ മറന്നുപോയി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒറ്റക്കന്നെ. കണ്ടനാർക്കേളന്റെ വെള്ളാട്ടാവാന് 9:30 എന്തായാലും ആവും. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തറവാട്ടിന് മുമ്പിൽ പോയി. എന്നിട്ട് അണിയറയിൽ പോയിട്ട് നോക്കി. തെയ്യത്തിന്റെ ഒരുക്കം നടന്നുകൊണ്ടുണ്ടായി. തെയ്യം കെട്ടുന്ന കലാകാരന്റെ പേര് ശിവപ്രസാദ്. ആദ്യമായിട്ടാണ് കണ്ടനാർക്കേളന്റെ തെയ്യം കെട്ടുന്നത്. തെയ്യം മറക്കളത്തിലേക്ക് വന്നിട്ടാകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. വഴി മാത്രം വെച്ചിട്ടുണ്ട്. ബാക്കി ഏടി നിൽക്കാൻ ജാഗയില്ല. തേനീച്ച കൂടെ എങ്ങനെ ഉണ്ടാവും അതേപോലെ. ഗ്യാലറിന്റെ ഒരു സൈഡ് ആണുങ്ങ, ഒരു സൈഡ് പെണ്ണുങ്ങ. ഞാനവിടെ ദൂരെ നിന്നിട്ട് ടിവിയിൽ നോക്കി കുറച്ച് സമയം. കുറെ ആൾ വീട്ടിന്റെ മുകളിലൊക്കെ കയറി കുത്തിരുന്നിട്ടുണ്ട്. ഞാൻ മരത്തിന്റെ മുകളിൽ തൂങ്ങി നിന്നു. എങ്ങനെല്ലാം നിന്നിട്ട് ദൂരത്ത് തന്നെ വീഡിയോയിൽ പിടിച്ചു ഞാൻ കുറച്ച്. പറഞ്ഞാൽ കേൾക്കാത്ത കുറേയാണ് വീട്ടിനെ മുകളിൽ കുത്തിരുന്നിട്ട് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. താഴ്ചിട്ട് കഴിയുന്നുണ്ടായിട്ട. വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഫിൽറ്റർ വെള്ളമുണ്ട്, നല്ല ചൂടാക്കിയ വെള്ളം ഉണ്ടായി. 11:30 ആകുമ്പോൾ ചോറ് കഴിക്കാൻ പോയപ്പോൾ ഭയങ്കര തിരക്ക്. ക്യൂ കഴിഞ്ഞിട്ട് ബൈക്കാൻ വിചാരിച്ചു. അമ്പലത്തിൽ അച്ഛൻ്റെ കാല് മുറിഞ്ഞിട്ട് വേണ്ടതാക്കുന്നുണ്ടായി. ചപ്പും വെത്തലയും അച്ചുട്ടി വാവട്ടി. ക്യൂ കഴിഞ്ഞിട്ടാകുമ്പോൾ ചോറ് കഴിക്കാൻ പോയി. കുറേ ആൾ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിശപ്പൊന്നും ഉണ്ടായിട്ട. എന്നാലും കുറച്ച് വെച്ചു. രാഘവന്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല പാല് തെങ്ങിൻ്റെ ഇടയിൽ കിടന്നു. നല്ല സൗകര്യം ഉണ്ടായിന്. കുറേ ആൾ ഗ്യാലറിയിൽ തന്നെ കിടന്നു. പിള്ളേർക്കൊന്നും വർക്ക് ചെയ്യില്ല. സമയം 3 മണിയായി. അപ്പോൾക്ക് കുറച്ചും തെയ്യത്തിന്റെ വെള്ളാട്ടം. കുറേ നേരം ആളെന്നെ നോക്കിക്കൊണ്ട് നിന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ സമയം ഞാനും നടന്നു. എന്നിട്ട് നേരെ വന്നിട്ട് 4 കസര വെച്ചിട്ട് കടന്നുറങ്ങി. എണീച്ചപ്പോൾ 5 മണിയായി. ക്യൂവിന്റെ അറ്റം കാണാത്തോണ്ട് ഞാൻ അടുക്കൂടി. നടന്ന് ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക് വന്നു. ഉപ്പളയിലെ തെയ്യം കിട്ടി ഇങ്ങനെ ആളെ ഉണ്ടായിട്ട. വെള്ളം കൈ പോയിട്ട് തീർന്നിട്ടുണ്ടായി. കറക്റ്റ് സമയത്തിന് ചേച്ചി വന്നു. അങ്ങനെ രാവിലെ ആവുമ്പോൾ കാത്തു നിന്നിട്ട് പ്രസാദം കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അങ്ങനെ ചോറെല്ലാം വെച്ചിട്ട് കൈ പോകാൻ പോകുമ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നുണ്ടായി. നല്ല രസമായി കാണാൻ. നേരത്തെ വെച്ചിട്ട് ക്യൂവിൽ നിന്ന് പിന്നെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു സുഖം വേറെ തന്നെ. അപ്പം ശരി, ഗുഡ് മോർണിംഗ്.